നെക്സ്റ്റ് സീനിൽ താൻ റെനോവേറ്റ് ചെയ്ത ഗാലറി കാണിക്കാൻ വേണ്ടി ന്യൂട്ട് ടോയിയും കൂട്ടി വരുന്നു. ഗാലറി അവൻ ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. ഞാൻ ആദ്യം താങ്കളുടെ അഡ്വൈസ് ചോദിക്കണം വിചാരിച്ചാണ്, പക്ഷെ താങ്കൾ ജോബിൽ ഒരുപാട് ബിസിയായിരുന്നു, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്തില്ലെന്ന് അവൾ പറയുന്നുണ്ട്. നിനക്ക് ഇനി എന്നോട് അഡ്വൈസ് ചോദിക്കാം, കാരണം മരീസയുടെ ഹെൽപ്പോടെ എല്ലാ കാര്യങ്ങളും സോൾവ് ആയെന്ന് അവൻ പറയുന്നു. ഈ മരീസ എന്ന് പറയുന്നത് നിക്കിൻ്റെ എക്സ് ഗേൾഫ്രണ്ട് അല്ലേ എന്ന് ന്യൂട്ട് ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് ആദ്യം നിക്കിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വറിയുണ്ടായിരുന്നു. കാരണം അവൻ വീണ്ടും മരീസയെ ഫേസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു, അവളോട് സംസാരിക്കേണ്ട അവസ്ഥ. എന്തായാലും അവസാനം എല്ലാം ഭംഗിയായി നടന്നു. എനിക്ക് തോന്നുന്നത് നിക്കുമായി പാച്ചപ്പ് ചെയ്യാൻ മരീസയ്ക്ക് ആഗ്രഹമുണ്ടെന്നാണ്. ഇനിയെല്ലാം നിക്കിൻ്റെ കയ്യിലാണ്. മരീസയുടെ കാര്യത്തിൽ അവൻ എന്താണോ ഇഷ്ടം അതവൻ ചെയ്യട്ടെ. എന്തായാലും നേരത്തെ നിക്ക് മരീസയെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് ടോയ് പറയുന്നുണ്ട്. നമ്മൾ ആരെയെങ്കിലും സിൻസിയറായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മറക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് ന്യൂട്ട് പറയുന്നുണ്ട്. അതേന്ന് ടോയും പറയുന്നു. അതേസമയം ചാർലിയാണ് കാണിക്കുന്നത്. ചാർലി ഇപ്പോൾ ഒരു ഫേമസ് ആക്ടർ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ടോയ് ന്യൂട്ടിനോട് നിനക്ക് ഞങ്ങളുടെ ഷുഗർ കെയിൻ ഫാക്ടറിയുടെയും ഫാമിൻ്റെ എല്ലാം ഒരു ഡ്രോയിങ് വരയ്ക്കാമോ എന്ന് ചോദിക്കുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ വരയ്ക്കുന്നതിന് മുന്നേ ആ ഫാക്ടറിയും ഫീൽഡും എല്ലാം എങ്ങനെ ഇരിക്കുന്നതെന്ന് നിനക്കറിയണ്ടേ. സോ നിക്ക് നിന്നെ അവിടെ കൊണ്ടുപോകുമെന്ന് ടോയ് പറയുന്നു. അവളും ഓക്കെ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ന്യൂട്ട് ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ നിക്ക് അവിടെ വന്നിരിക്കുന്നു. അവനെ കണ്ടതും അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ, എന്താ എന്നെ കാണുമ്പോൾ നീ ഇത്രയ്ക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാണോ? കാരണം എന്നെ കണ്ടുടഞ്ഞ് നീ ഇവിടുന്ന് പോകാൻ ശ്രമിക്കുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെയില്ല, പക്ഷെ ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾ പറയുന്നു. നീ മിണ്ടാതെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ശല്യവുമില്ലെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ന്യൂട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. അവനാകട്ടെ അവളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവൾ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് നിക്കിനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്നോട് കുറച്ച് റെസ്പെക്റ്റോടെ സംസാരിച്ചൂടെ എന്ന് അവൻ ചോദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിക് സർ താങ്കളോട് എന്ത് ചെയ്യുകയാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവനും തിരിച്ചതേപോലെ അവളോട് റിപ്ലൈ പറയുന്നു. ന്യൂട്ട് മാഡം, ഇതെൻ്റെ വീടാണ്, എനിക്കിവിടെ എവിടെ വേണമെങ്കിലും വരാം, എവിടെ വേണമെങ്കിലും ഇരിക്കാം എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ന്യൂട്ട് നോക്കുമ്പോൾ അവൻ ആ ഫ്ലവേഴ്സ് കൊണ്ട് ഒരു ക്യൂട്ട് സ്മൈലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് അവൾ സ്മൈൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. മരീസ വീണ്ടും നിക്കിനോട് ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മിസ്റ്റർ ലിയെ മീറ്റ് ചെയ്തതിൽ അവൻ അവളോട് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ ഡിന്നറിന് വരാൻ അവൾ പറയുന്നു. വീട്ടിൽ വന്ന ശേഷം നിക്കിന് നല്ല സ്റ്റൊമക്ക് കേക്ക് ആയിരുന്നു. ടോയ് അവന് വേണ്ടി മെഡിസിനുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും സെയിം ഫുഡാണ് പാർട്ടിയിൽ കഴിച്ചത്, പിന്നെ നിനക്ക് മാത്രം എങ്ങനെയാ സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ ആയെന്ന് അവൻ ചോദിക്കുന്നു. അതെനിക്കറിയില്ല, എനിക്ക് ഫുഡ് കൊണ്ട് തന്നത് മരീസയാണെന്ന് അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് മെഡിസിൻ്റെ അല്ല ഹോളി വാട്ടറിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞ് ടോയ് അവനെ കളിയാക്കുന്നു. രണ്ടുപേരും കുറെ ഫൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ വിധു എന്ന് പറയുന്നത് ആ ഫാം കത്തിച്ച ചെൻ്റെ ആളായിരുന്നു. അവൻ നിക്കിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് എല്ലാ സത്യങ്ങളും പറയാമെന്ന് പറയുന്നുണ്ട്. തന്നെ ഫാമിൽ മീറ്റ് ചെയ്യാൻ നിക്ക് അവനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ നിക്ക് ന്യൂട്ടിനെ കൂട്ടി ആ ഷുഗർ കെയിൻ ഫീൽഡ് കാണിക്കാൻ കൊണ്ടുവരികയാണ്. വഴിയിൽ വെച്ച് ടോയ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ സ്റ്റൊമക്ക് പ്രശ്നമാണെന്ന്. സോ നിനക്ക് വേണ്ടി ഞാൻ മെഡിസിൻ ഉണ്ടാക്കിയെന്ന് അവൾ പറയുന്നു. നീ എന്താ എന്നെക്കുറിച്ച് വറീഡാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നിക്കിന് മരീസയുടെ കോള് വരുന്നു. അവൻ അവളോട് സംസാരിക്കുന്നുണ്ട്. കോള് കട്ടാക്കിയ ശേഷവും ന്യൂട്ടിനെ ജലസാക്കാൻ വേണ്ടി അവൻ വീണ്ടും സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യുന്നു. അവൻ വളരെ സ്വീറ്റായി, നീ എന്താ എന്നെ മിസ് ചെയ്യുന്നെന്നോ? ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിനക്കെന്നെ ഇഷ്ടമാണെന്നോ? എനിക്കും എന്നെ ഇഷ്ടമാണെന്നൊക്കെ അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ന്യൂട്ട് ഒരുമാതിരി ഫേസ് ആക്കുന്നു. നീ ഇങ്ങനെ ഫേസ് ആക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. നീ സംസാരിക്കുന്നത് കാറിലിരുന്നാണ്, സോ ഓഫ് കോഴ്സ് എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് അവൾ പറയുമ്പോൾ, മരീസ എന്നോട് ജോബിൻ്റെ കാര്യം പറയാൻ വിളിച്ചാണ്, ബാക്കിയെല്ലാം നിന്നെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം പറഞ്ഞാണെന്ന് അവൻ പറയുന്നു. നീ ഇതെല്ലാം എന്നോട് പറയുന്നത് എന്തിനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ, നിനക്ക് എന്നോട് കുറച്ചെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിനക്ക് ബാഡ് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയാമെന്ന് അവൻ പറയുന്നു.
എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനോട് എനിക്കൊരു ഫീലിങ്സും ഇല്ലെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് നിക്കിന് ദേഷ്യം വരുന്നുണ്ട്. അതേസമയം ചാർലിയാണ് കാണിക്കുന്നത്. പ്രൊഡ്യൂസറിനോട് അവൻ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം അവൻ അറിയാമായിരുന്നു പ്രൊഡ്യൂസറിന് അവനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. സോ ഈ പ്രൊഡ്യൂസറിൻ്റെ ഹെൽപ്പോടെ തനിക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താമെന്ന് അവനറിയാം. നെക്സ്റ്റ് സീനിൽ നിക്ക് നുട്ടിനെ കൂട്ടി ഫാക്ടറിയിലേക്ക് വരുന്നു. എന്നിട്ട് അവളെ ഫാക്ടറിയിൽ ഇരുത്തിയ ശേഷം വിധുവിനെ കാണാൻ വേണ്ടി ഫാമിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഒരു കാർ വന്ന് വിധുവിനെ ഹിറ്റ് ചെയ്യുന്നു. ഇത് ചെൻ്റെ ആളുകളായിരുന്നു. നെക്സ്റ്റ് സീനിൽ വാദിയും ഫാമിലിയും എല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫുഡിൻ്റെ സ്മെല്ല് അവൾക്ക് ഇഷ്ടമാകുന്നില്ല. തനിക്കിപ്പോൾ ഫുഡ് വേണമെന്ന് പറയുമ്പോൾ മദറും ചെന്നുമെല്ലാം അവളെ ഫോഴ്സ് ചെയ്ത് ഫുഡ് കഴിപ്പിക്കുന്നുണ്ട്. നുട്ട് നിക്കിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവൻ്റെ കയ്യിൽ അവൾ ബ്ലഡെല്ലാം കാണുന്നു. അവൻ അവളെയും കൂട്ടി തിരിച്ചു പോകുന്നു. അവനാകട്ടെ ദേഷ്യത്തിൽ ഒരുപാട് സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. പെട്ടെന്ന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. എന്തു പറ്റി, നീ എന്താണ് ഈ ചെയ്യുന്നത് അവൾ ചോദിക്കുമ്പോൾ എല്ലാം എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ എപ്പോഴും സ്ലോയാണ്, നിന്റെ കാര്യത്തിലും ഇപ്പോൾ വിധുവിൻ്റെ കാര്യത്തിലും. ഇനി നമ്മളെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല, അത് പാസ്റ്റാണ്, നമുക്കതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിന്റെ പക്കൽ മരീസയുണ്ട്. നീ അവളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നുട്ട് പറയുമ്പോൾ നീ എന്താ എന്നെ മരീസയുടെ ഭാഗത്തേക്ക് പുഷ് ചെയ്യാണോ എന്ന് അവൻ ചോദിക്കുന്നു. നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നു. നിക്ക് അവളെ ഫോഴ്സ് ചെയ്ത് തടയാൻ ശ്രമിക്കുന്നു. അവൾ അവനെ പുഷ് ചെയ്ത ശേഷം മറ്റൊരു ഫാമിലി ലിഫ്റ്റ് ഒഴിച്ച് അവിടുന്ന് പോകുന്നു. നിക്കാവട്ടെ അവളെ വിടാൻ തയ്യാറല്ലായിരുന്നു. അവളുടെ പിറകെ പോകുന്നു. എന്നിട്ട് ഹോണടിച്ച് ആ വണ്ടി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഡോറിൻ്റെ അടുത്ത് വന്ന് നുട്ടിനോട് ഇറങ്ങാൻ പറയുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ അവൾക്ക് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. നീ എന്നോട് മരീസയമ്മയെ പാച്ചപ്പ് ചെയ്യാൻ പറയുന്നത് നിനക്ക് സ്വസ്ഥമായി ടോയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന് നിക്ക് ചോദിക്കുമ്പോൾ അവൾ ദേഷ്യത്തിൽ അതെ, കാരണം നമുക്കിടയിൽ ഒന്നുമില്ല, നമ്മൾ മൂവ് ഓൺ ചെയ്യണമെന്ന് അവൾ പറയുന്നുണ്ട്. നിനക്ക് എന്നോട് ഒരു ഫീലിങ്സും ഇല്ലെന്നാണോ നീ പറയാൻ ശ്രമിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അതെ, എനിക്ക് നിന്നോട് ഒരു ഫീലിങ്സും ഇല്ലെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് അവൻ ദേഷ്യത്തിൽ അവളെ കിസ് ചെയ്യുന്നു. അവൾ അവനെ പുഷ് ചെയ്ത് സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. നീ കള്ളം പറയാണെന്ന് അവൻ പറയുമ്പോൾ നിനക്ക് എന്താണ് എന്നിൽ നിന്ന് വേണ്ടതെന്ന് അവൾ ചോദിക്കുന്നു. നീ എന്നോട് ഇപ്പോഴെങ്കിലും സത്യം പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, കാരണം എനിക്കറിയാം നിനക്കെന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് നുട്ടും ഒരുപാട് ഇമോഷണൽ ആകുന്നു. ശരിയാണ്, ഞാൻ കള്ളം പറയായിരുന്നു, നിന്നോട്, ടോയിയോട്, എന്നോട് തന്നെ. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് അവൾ പറയുന്നു. രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിക്ക് അവളോട് ഞാൻ നിന്നോട് അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറയണമായിരുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെയായിരുന്നുവെങ്കിൽ നിനക്കൊരിക്കലും ടോയെ മാരി ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഐ ലവ് യു നുട്ടെന്ന് അവൻ പറയുന്നു. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നമ്മൾ ലൈഫിൽ മൂവ് ഓൺ ചെയ്യണമെന്ന് അവൾ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഹാപ്പിയാണ്, ഒന്നുമില്ലെങ്കിലും നീ ടോയുടെ കൂടെയാണല്ലോ, അവൻ നിന്നെ നന്നായി കെയർ ചെയ്യുമെന്ന് നിക്ക് പറയുന്നു. അതിനുശേഷം അവർ വീട്ടിലേക്ക് വരുന്നു. അവിടെ നിക്കിനെ വെയിറ്റ് ചെയ്ത് മരീസ ഉണ്ടായിരുന്നു. മദർ മരീസയെ ഗ്രാൻഡ് മദറിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സീനിൽ സരൂട്ട് വാദിക്ക് ക്യാൻഡീസ് കൊടുക്കുന്നുണ്ട്. കാരണം അവൾക്ക് ഫുഡിന്റെ സ്മെല്ല് ഇഷ്ടമല്ലെന്ന് അവൾ ടേബിളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവൾക്ക് ആ ക്യാൻഡീസ് ഇഷ്ടമാകുന്നുണ്ട്. സരൂട്ട് അവളെ നോക്കി സ്മൈൽ ചെയ്യുന്നു. സരൂട്ടിന് വാദിയോട് നല്ല ഫീലിങ്സ് ഉള്ള പോലെയാണ് നമുക്കിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ മദർ നുട്ടിനോട് ഗ്രാൻഡ് മദറിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഗ്രാൻഡ് മദറിന്റെ ഒരു പെയിന്റിംഗ് വരയ്ക്കാൻ പറയുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. ടോയിയാണ് നിനക്ക് ഈ ഗാലറി അറേഞ്ച് ചെയ്ത് തന്നത്, അതിന്റെ അർത്ഥം അവൻ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ ഒരിക്കലും അവനെ ഹർട്ട് ചെയ്യരുതെന്ന് മദർ അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇൻഡയറക്റ്റായി നിക്കിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും അവളോട് പറയുന്നു. നീ മരീസയെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം, കാരണം കുറച്ചു കഴിഞ്ഞ് മരീസ് നിന്റെ സിസ്റ്ററിലോ ആകാൻ പോവുകയാണെന്നും മദർ പറയുന്നു. ഇവിടെ ടോയിനൊട്ടും ഗ്രാൻഡ് മദറിന്റെ പെയിന്റിംഗ് വരയ്ക്കാൻ വേണ്ടി ഗ്രാൻഡ് മദറിന്റെ നല്ലൊരു പിക്ചർ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നിക്ക് അവിടേക്ക് വരുന്നു. ടോയ് അപ്പോൾ നിക്കിനോടും ഗ്രാൻഡ് മദറിന്റെ നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്.
ടോയിയും ന്യൂട്ടിനെയും ഇത്രയും ഹാപ്പിയായി കാണുമ്പോൾ അവൻ പെട്ടെന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ന്യൂട്ട് ഗാലറിയിൽ ഇരുന്ന് പെയിന്റ് ചെയ്യാണ്. നിക്ക് ഹൈഡ് ചെയ്ത് നിന്ന് അവളെ നോക്കുന്നുണ്ട്. അവൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ അവളുടെ അടുത്ത് വന്ന് അവളുടെ ഫോട്ടോ എടുക്കുന്നു. അവൾ പെട്ടെന്ന് ഉണരുന്നുണ്ട്. നീ ഇവിടെ ഇത്രയും രാത്രിയിൽ എന്ത് ചെയ്യാണ്? ഉറക്കം വരുന്നെങ്കിൽ റൂമിൽ പോയി കിടന്നുറങ്ങാൻ അവൻ പറയുന്നു. ഞാൻ എൻ്റെ ബ്രഷെല്ലാം ക്ലീൻ ആക്കിയിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവൾ നോക്കുമ്പോൾ ആ ബ്രഷെല്ലാം ഓൾറെഡി ക്ലീൻ ആയിരുന്നു. നിക്ക് അതെല്ലാം അവൾ ഉറങ്ങുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ മദർ അവനോട് ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ആലോചിച്ച് ചെയ്യൂ, ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്തു പറയുമെന്ന് മദർ ചോദിക്കുന്നുണ്ട്. നിക്കിനാകട്ടെ കാര്യം മനസ്സിലാകുന്നില്ല. ടോയ്ക്ക് ഇപ്പോഴും ഗേൾസിനെ ഇഷ്ടമല്ല. അവൻ ഇത് കാണുകയാണെങ്കിൽ അവൻ എന്തായിരിക്കും ആലോചിക്കുക എന്ന് മദർ ചോദിക്കുമ്പോൾ മോം ആലോചിക്കുന്ന പോലെ ഒന്നുമില്ലെന്ന് നിക്ക് പറയുന്നു. ഒന്നുമില്ലെങ്കിൽ നല്ല കാര്യം, പക്ഷെ ആദ്യം നീ എടുത്ത് ന്യൂട്ടിൻ്റെ പിക്ചേഴ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ മദർ പറയുന്നു. നിക്ക് അമ്മയുടെ മുന്നിൽ വെച്ച് എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ നിക്ക് വെളിയിലേക്ക് വന്ന് ടോയിയോട് ഞാൻ മരീസയുടെ കൂടെ ഡേറ്റിന് പോവുകയാണെന്ന് പറയുന്നു. ഇത് കേട്ട് മദർ അവനോട് നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ന്യൂട്ടിനോട് മരീസയ്ക്ക് വേണ്ടി കുക്കീസ് പാക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അവൾ വന്ന് കുക്കീസ് അവന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിക്ക് മരീസയുടെ കൂടെ ഡിന്നർ ഡേറ്റിന് വന്നിരിക്കുകയാണ്. മരീസ അവനോട് സോറി പറയുന്നു. തനിക്ക് ഒരു ചാൻസ് കൂടി തരാൻ പറയുന്നുണ്ട്. ഡിന്നറിന് ശേഷം മരീസ അവനോട് ഫ്ലേർട്ട് ചെയ്യുന്നു. തന്നെ റൂമിൽ ഡ്രോപ്പ് ചെയ്യാൻ അവൾ പറയുന്നുണ്ട്. അപ്പോൾ നിക്കിന് ന്യൂട്ട് പറഞ്ഞ കാര്യം ഓർക്കുന്നു. മരീസയുടെ കൂടെ അവൻ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് സീനിൽ ന്യൂട്ടിന്റെ സ്റ്റെപ്പ് ഡാഡ് കാസിനോയിൽ വരുമ്പോൾ സരോട്ടും ചെന്നും അയാളുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് അയാളോട് ഒരുപാട് സംസാരിക്കുന്നു. സ്റ്റെപ്പ് ഡാഡിനെ ഒരുപാട് കുടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ന്യൂട്ടിനെ ടോയിയെ കുറിച്ച് ചോദിക്കുന്നു. ആദ്യമൊക്കെ ഡാഡ് പറയാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് ഡ്രങ്ക് ആയ ശേഷം ഡാഡ് അവരോട് പറയുന്നുണ്ട് ന്യൂട്ട് ടോയിയെ മാരി ചെയ്ത് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടാൻ വേണ്ടിയാണെന്ന്. നെക്സ്റ്റ് സീനിൽ നിക്ക് മരീസയെ റൂമിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. റൂമിനകത്ത് വന്ന ഉടനെ അവർ റൊമാൻസ് ചെയ്യുന്നു. അവർ ഇൻറ്റിമേറ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിക്കിന് പെട്ടെന്ന് താൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് ഫീൽ ചെയ്യുന്നു. താൻ ഇപ്പോൾ ഇതിന് റെഡിയല്ലെന്ന് പറഞ്ഞ് അവനോടൊന്ന് പോകുന്നുണ്ട്. നിക്ക് ഡ്രങ്കായി വീട്ടിലേക്ക് വരുന്നു. അവൻ ഒരു കള്ളനാണെന്ന് വിചാരിച്ച് ന്യൂട്ട് അവനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് നിക്കാണെന്ന്. നീ ഇന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോകുകയാണെന്ന് അവൾ ചോദിക്കുമ്പോൾ പിന്നെ നിനക്ക് എന്ത് വേണം, ഞാൻ എവിടെ കിടന്ന് ഉറങ്ങണമെന്ന് അവൻ ചോദിക്കുന്നു. അപ്പോഴേക്കും ടോയ് അവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ മരീസ നിക്ക് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. അവനിപ്പോൾ റെഡിയല്ലെന്നാണോ അതോ അവൻ്റെ ലൈഫിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അവൾ ആലോചിക്കുന്നുണ്ട്.